അപ്പം മുണ്ടക്കയുടെ ഈ ഒരു വിലാപങ്ങൾക്കിടെ കവളപ്പാറ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 5 വർഷം തികയുകയാണ്. 59 പേരുടെ ജീവൻ പൊലിഞ്ഞ ദുരന്തത്തിൽ 11 പേരുടെ മൃതദേഹം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപകട ഭീഷണിയിൽ കഴിയുന്ന 76 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഓഗസ്റ്റ് 8 ദുരന്തഭൂമിയായ കവളപ്പാറയിൽ ആദ്യമെത്തുമ്പോൾ ഇടിഞ്ഞു വീണ മുത്തപ്പൻ കുന്നിനടിയിൽ എത്ര ജീവനുകൾ പിടയ്ക്കുന്നുണ്ടാകാം എന്നത് മാത്രമായിരുന്നു ആശങ്ക. ഇനിയും കണ്ടെത്താത്ത 11 പേരടക്കം 59 ജീവനുകൾ എന്നേക്കുമായി വിട പറഞ്ഞു. മൂന്ന് ദിവസം തോരാതെ പെയ്ത മഴയ്ക്കൊടുവിലാണ് രാത്രിയിൽ മുത്തപ്പൻ കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. കുന്നിനു താഴെയുള്ള 40-ലധികം വീടുകൾക്ക് മുകളിൽ മണ്ണും ചെളിയും പാറയും ചേർന്ന് മറ്റൊരു കുന്ന് രൂപപ്പെട്ടു. സെക്കൻഡുകൾ കൊണ്ട് 59 ജീവനുകളാണ് നഷ്ടമായത്. പുറം ലോകം ആ ദുരന്തമറിയുന്നത് അപകടം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രമാണ്. ആഗസ്റ്റ് 8 എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടൊരു ദുരന്തം നേരിൽ കണ്ട ഒരു അമ്പരപ്പോടുകൂടി തന്നെയാണ് അതിനെ കണ്ടിരുന്നത്. മാത്രമല്ല, കൂടെ താമസിച്ചിരുന്ന, കൂടെ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ആളുകളൊക്കെ ആ പ്രദേശവും ഇല്ല, ആ ആളുകളും ഇല്ല. അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം സംഭവിക്കാൻ വർഷങ്ങൾ തന്നെ എടുത്തു എന്ന് തന്നെ പറയാം. ഇപ്പോഴും സുരക്ഷാ ഭീഷണിയിൽ കഴിയുന്നവർ നിരവധിയുണ്ട് കവളപ്പാറയിൽ. മഴ വരുമ്പോൾ ഇവർക്ക് വീടുകളിൽ നിന്ന് മാറേണ്ട സ്ഥിതിയാണ്. ഇന്നും മാറി താമസിക്കേണ്ട ആളുകൾ ഇന്നും മാറ്റി താമസിപ്പിക്കാതെ ഈ ദുരന്ത ഭീഷണി നേരിട്ടുകൊണ്ട് ശക്തമായ മഴക്കാലം വരുമ്പോൾ ക്യാമ്പുകളിലാണ് ഇപ്പോഴും കവളപ്പാറ മേഖലയിലുള്ള ആളുകൾ താമസിക്കുന്നത്. 74 കുടുംബങ്ങളാണ് ഇന്ന് ആ ഭീഷണി നേരിട്ടുകൊണ്ട് മാറി താമസിച്ചുകൊണ്ട് കവളപ്പാറ മുത്തപ്പന്മാരുടെ താഴ്വാരത്തായിട്ട് നിൽക്കുന്നത്. അതും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കേസിലാണ് അതും. കവളപ്പാറയ്ക്ക് സമീപത്ത് സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ ഇപ്പോഴും താമസിക്കുന്ന 70-ലധികം വരുന്ന കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്നാണ് ഇവിടെയുള്ള ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം. ഒരു ആയുഷ്കാലം മുഴുവൻ മണ്ണിൽ അധ്വാനിച്ച് നേടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഒലിച്ചുപോയെങ്കിലും അതിജീവനത്തിനായി മണ്ണിനോടും വന്യമൃഗങ്ങളോടും പൊരുതുകയാണ് കവളപ്പാറയിലെ ജനത. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ.